എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി നമ്മൾ ആദ്യം റൈസാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും ഓൾ സ്പൈസസും 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റാണോ നിങ്ങൾ നോക്കണം. എന്നിട്ട് ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. സവാള നമുക്കിവിടെ മസാലയ്ക്കും വേണം, റൈസിനും വേണം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ സവാള ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇവിടെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കറിവേപ്പില എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കറിവേപ്പില ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. റൈസ് ഞാൻ ഇവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു ഉരുളി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചായച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ചേർത്തൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പകുതി കുക്കാവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പകുതി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പം ചേർത്ത് കൊടുക്കണമെന്നില്ല, അവസാനം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് ഗരം മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി സാധാരണ നമ്മൾ ദം ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാലയും ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.